ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. അതെന്ത് സന്ദർഭങ്ങളാണ്? നന്നായിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് അത് എങ്ങനെയാണ് സംസാരിക്കുക, അല്ലെങ്കിൽ അവിടെ വാക്കുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുക, എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നല്ല ഭംഗിയായിട്ട് ഏകദേശം രാവിലെ മുതൽ നമുക്ക് എങ്ങനെയൊക്കെയാണൊന്ന് സംസാരിച്ച് തുടങ്ങാൻ പറ്റുക, നമ്മൾ സാധാരണ രീതിയിൽ രാവിലെ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ കഴിയുന്നതും ഒരുപാട് ക്വസ്റ്റ്യൻസും അതിനോടനുബന്ധിക്കുന്ന ആൻസേഴ്സും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും വേറെ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. നമ്മൾ അങ്ങനത്തെ വീഡിയോയും ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ, നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ ഫസ്റ്റ് നമ്മൾ ഒരാൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഗുഡ് മോർണിംഗ് പറയും അല്ലെ. ഗുഡ് മോർണിംഗ് നീതു, ഗുഡ് മോർണിംഗ് ആൻ. അപ്പൊ രണ്ട് പേരുടെ സംഭാഷണങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. രണ്ട് സഹോദരിമാരാണ്, അവർ തമ്മിലുള്ള സംഭാഷണമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ സംഭാഷണത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും സാധാരണ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിന്റെ ആൻസർ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കാറുണ്ട്, ഡിഡ് യു സ്ലീപ് യെസ്റ്റർഡേ വെൽ, ഓർ ഡിഡ് യു സ്ലീപ് വെൽ യെസ്റ്റർഡേ? നിങ്ങൾ ഇന്നലെ അല്ലെങ്കിൽ നീ ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയോ? സാധാരണ രീതിയിൽ നമ്മൾ ചോദിക്കാറുണ്ട്. യെസ് ഐ ഡിഡ്, ഞാൻ നന്നായി ഉറങ്ങി എന്നാണ് ആ ഉത്തരത്തിൽ പറയുന്നത്. ഇപ്പൊ ഇവിടെ ചോദ്യം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നമ്മൾ ഡിഡ് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞൊരു കാര്യം എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഒന്നും കൂടെ എടുത്ത് പറയാണ്, ഡിഡ് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഡിഡ് യു സ്ലീപ് വെൽ യെസ്റ്റർഡേ? നീ നന്നായിട്ട് ഉറങ്ങിയോ? ഇനി നോക്കൂ, യെസ് ഐ ഡിഡ്, ഞാൻ നന്നായിട്ട് ഉറങ്ങി എന്നാണ് അതിന്റെ ഉത്തരം വരുന്നത്. ഇനി ഈ ഡിഡ് നമുക്ക് ഒഴിവാക്കിയിട്ട് നമ്മൾ എങ്ങനെയാ അതിന്റെ ആൻസർ കൊടുക്കുക? ഞാൻ നന്നായി ഉറങ്ങി എന്നുള്ളത് നമ്മൾ വേറൊരു രീതിയിൽ എങ്ങനെ പറയാം? യെസ് ഐ സ്ലെപ്റ്റ് എന്നും നമുക്ക് പറയാം അല്ലെ. ഞാൻ നന്നായി ഉറങ്ങി, യെസ് ഐ സ്ലെപ്റ്റ് വെരി വെൽ, ഞാൻ നന്നായിട്ട് ഉറങ്ങി. അപ്പൊ സ്ലീപ്പിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ട് വരുന്നത് എന്താണ്? സ്ലെപ്റ്റ് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള വേർബ്സ് ഒക്കെ ഒന്ന് നമ്മൾ നോക്കി വെക്കുന്നത് നല്ലതാണ്. നമുക്ക് കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരം പറയാനൊക്കെ നല്ലതാണ്. വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മളൊരു പാസ്റ്റിലെ കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ഡിഡ് വെച്ച് ചോദിക്കുക എന്നുള്ളത് നമുക്കറിയാം. അതിന് കൂടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വേർബ് കണ്ടോ, ഇത് V1 ഫോം ആണ്. ഡിഡ് യു സ്ലീപ് എന്നാണ് ചോദിക്കുന്നത്, അല്ലാണ്ട് ഡിഡ് യു സ്ലെപ്റ്റ് എന്ന് നമ്മൾ ചോദിക്കില്ല. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ V1 ഫോം ആണ് ചോദിക്കുക. എന്നിട്ടുണ്ടെങ്കിൽ ബേസ് ഫോം. V1 ഫോമിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സോ ഡിഡ് യു സ്ലീപ് വെൽ യെസ്റ്റർഡേ? നീ ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയോ? യെസ് ഐ ഡിഡ്, അല്ലെങ്കിൽ യെസ് ഐ സ്ലെപ്റ്റ് വെരി വെൽ. അപ്പൊ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു സർപ്രൈസ് കൊടുക്കാം, നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോ സാധാരണ രീതിയിൽ നമുക്ക് അച്ഛനും അമ്മയൊക്കെയാണ് എന്ത് ചെയ്യാറ്? നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് തരാറ്. അപ്പൊ അതിന് പകരം നമ്മൾ തന്നെ ഉണ്ടാക്കിയാൽ എങ്ങനെയുണ്ടാകും? ലെറ്റ്സ് സർപ്രൈസ് മം ആൻഡ് ഡാഡ് വിത്ത് എ ഡിലീഷ്യസ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോ ഇവിടെ പറയുന്നത് നോക്കുക, നമുക്ക് അച്ഛനമ്മേനെയും ഒന്ന് സർപ്രൈസ് കൊടുക്കാം, അച്ഛനമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാം. എങ്ങനെയാണ് നമ്മൾ സർപ്രൈസ് കൊടുക്കുക? അവർക്ക് നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് നമുക്ക് അവരെ സർപ്രൈസ് ചെയ്യിപ്പിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് ഇച്ചിരി ലെങ്തി സെന്റൻസ് ആണ്, എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതുപോലെയുള്ള സെന്റൻസുകളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാനായിട്ട് ട്രൈ ചെയ്യണം. അപ്പൊ നമ്മളവിടെ തിരിച്ചു പറയുകയാണ്, ഗുഡ് ഐഡിയ, അത് നല്ലൊരു ഐഡിയ ആണെന്ന് നമ്മളവിടെ പറയുകയാണ്. They will be thrilled. അവർ എന്തായിരിക്കും? ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിരിക്കും അവര്, ഭയങ്കര ത്രിൽഡ് ആയിരിക്കും അവര്. അപ്പൊ ഇവിടെ ഒന്ന് നോക്കുക, ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വിൽ ബി, നമ്മൾ ഫ്യൂച്ചർ ആണ് പറയുന്നത് കേട്ടോ. അവരെങ്ങനെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും അറിയാം, വിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഫ്യൂച്ചർ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. They will be thrilled. So what do you have in mind? അപ്പൊ ചോദിക്കുകയാണ്, ശരി അങ്ങനെയാണെങ്കിൽ എന്താണ് നിന്റെ മനസ്സിലുള്ളത്? കാരണം ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ പലതരത്തിലുള്ളതുണ്ട്. പൂരി ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, അതുപോലെ തന്നെ ത്രെഡ് കേക്ക്, സ്റ്റീം കേക്ക്, ഇങ്ങനെ പല സാധനങ്ങളും ഉണ്ട്.
അപ്പോ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മളുടേതായ തനതായ ഡിഷസ് ഒരുപാടുണ്ട്, ഈ പുട്ട്, നൂൽപുട്ട് എന്നുള്ളതൊക്കെ. അപ്പോ ചിലയിടത്തൊക്കെ നമ്മളത് കണ്ടിട്ടുണ്ട്. നമുക്ക് പുട്ടിനെ സ്റ്റീം കേക്ക് എന്ന് പറയുന്നുണ്ട്, അതേപോലെ തന്നെ നൂൽപുട്ടിനെ ത്രെഡ് കേക്ക് എന്ന് പറയുന്നുണ്ട്, അതേപോലെ ഈ അപ്പത്തിനെയൊക്കെ നമുക്ക് ഓപ്പസ് എന്നുള്ളത് നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഈ ഇപ്പൊ നോക്കൂ, കലത്തപ്പം അല്ലെങ്കിൽ ഉണ്ണിയപ്പം എന്നുള്ളതിനൊക്കെ നമ്മൾ അങ്ങനെ തന്നെ പറയണം, നമുക്ക് അതിന് വേറെ വേർഡുകളൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ ഡിഷസ് ആയതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇട്ടിരിക്കുന്ന പേര് തന്നെ അവിടെ ഉപയോഗിക്കാം കേട്ടോ, അതിനൊരു കുഴപ്പമില്ല. അപ്പൊ വാട്ട് ഡു യു ഹാവ് ഇൻ മൈൻഡ്, നിന്റെ മനസ്സിൽ എന്താണ്? ഹൗ അബൌട്ട് പൂരി ആൻഡ് സബ്ജി? അപ്പൊ തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ്, പൂരിയും സബ്ജി ആയാലോ? അതാണ് ചോദിക്കുന്നത്. സബ്ജിയും പൂരിയും ഒക്കെ ആയാലോ, നമുക്കത് ഉണ്ടാക്കിയാലോ? ഹൗ അബൌട്ട്, ഇത് നല്ലൊരു പ്രയോഗമാണ് കേട്ടോ. ഹൗ അബൌട്ട്, ഇങ്ങനെ ആയാലോ എന്ന് ചോദിക്കുന്നത്. ഹൗ അബൌട്ട് ഗോയിങ് ടു ദ പാർക്ക് എന്ന് പറഞ്ഞാലോ, പാർക്കിൽ നമുക്ക് അങ്ങോട്ട് പോയാലോ, പാർക്കിൽ പോയാലോ? ഹൗ അബൌട്ട് വാച്ചിങ് എ മൂവി, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു മൂവി ഒന്ന് വാച്ച് ചെയ്താലോ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രയോഗം പറയുന്നത്. ഹൗ അബൌട്ട് പൂരി ആൻഡ് സബ്ജി? സൗണ്ട്സ് പെർഫെക്റ്റ്. ഇതും നമുക്ക് തിരിച്ചു പറയുമ്പോൾ എപ്പോഴും പറയുന്നതാണ് കേട്ടോ, അത് അടിപൊളിയായിട്ടുണ്ട്, അത് നന്നായിട്ടുണ്ട്. അപ്പൊ നന്നായിട്ടുണ്ട് എന്ന് നമുക്ക് പറയുമ്പോ പറയും ഓക്കെ ഗുഡ്, നമ്മൾ അത്രേ പറയുള്ളൂ. പക്ഷെ അതിന് കുറച്ചും കൂടെ ഒരു ഇന്റൻസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറയാം? സൗണ്ട്സ് പെർഫെക്റ്റ്, നല്ല ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്, നല്ലൊരു ഇതായിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഗ്രേറ്റ്. നമ്മൾ ആ ഒരു രീതിയിൽ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാവുന്നതാണ്. ഡു വി ഹാവ് ഓൾ ഇൻഗ്രീഡിയൻസ്? അപ്പൊ അതാണ് അടുത്ത പ്രശ്നം. കാരണം കുറെ കാലങ്ങൾക്ക് ശേഷം അമ്മയല്ലാതെ വേറെ രണ്ടുപേര് അടുക്കളയിൽ കയറുമ്പോ അടുക്കളയിൽ എന്തൊക്കെയാ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ചെക്ക് ചെയ്യണം അല്ലെ. ഡു വി ഹാവ് ഓൾ ഇൻഗ്രീഡിയൻസ്? നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടോ, അതിൽ ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ എല്ലാം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഡു വി ഹാവ്, നമുക്കുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ലെറ്റ് മീ ചെക്ക്. അപ്പൊ ആള് തിരിച്ചു പറയാണ് ലെറ്റ് മീ ചെക്ക്, ഇല്ലെങ്കിൽ നമുക്ക് പറയാം ലെറ്റ്സ് ചെക്ക്. ഇതും നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ലെറ്റ്, നമുക്ക് നോക്കാം, നമുക്ക് ചെയ്യാം. ലെറ്റ് us ഗോ ടു ദ പാർക്ക്, നമുക്ക് പാർക്കിലേക്ക് പോകാം. ലെറ്റ് us ഗോ ടു ദ ഓഫീസ്, നമുക്ക് ഓഫീസിലേക്ക് പോകാം. അപ്പൊ ഈ ലെറ്റ് എന്നുള്ളത് അങ്ങനെ ആകട്ടെ, അങ്ങനെ ആകാം എന്നൊക്കെ പറയുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഇത് നമ്മൾ വ്യാപകമായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമ്മൾക്ക് ഡെയിലി കോൺവെർസേഷനിൽ നിങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുക, നന്നായിട്ട് സംസാരിക്കാനായിട്ട് പറ്റുന്നതിന്റെ. ഫോർച്ചുനേറ്റ്ലി വി ഹാവ് എവറിത്തിങ്. ഭാഗ്യത്തിന് ഇവിടെ എല്ലാം ഉണ്ട്. ഇപ്പൊ കേറുമ്പോ മനസ്സിലായി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്, അതുകൊണ്ടാണ് തപ്പുന്നത്. എന്താണെങ്കിലും ഭാഗ്യത്തിന് അവിടെ എല്ലാം ഉണ്ട്. അപ്പൊ പറയാണ് ലെറ്റ്സ് സ്റ്റാർട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? തുടങ്ങാം. ഓ ഇറ്റ് ലുക്സ് എമേസിങ്. അവര് ഏതായാലും ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ഇറ്റ് ലുക്സ് എമേസിങ്. ഇനിയിപ്പോ അഥവാ അത് ചീത്തയായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയാ? ഓ മൈ ഗോഡ് ഇറ്റ് വാസ് എ ഫ്ലോപ്പ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഫ്ലോപ്പ്. അത് പോയി, കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ആ ഒരു രീതിയിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോ അത് കഴിയുമ്പോ നമ്മൾ നന്നാക്കിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ പറയാം ഇറ്റ് ഈസ് റെഡി ടു ബി സെർവ്ഡ്. അത് വിളമ്പാനായിട്ട് റെഡിയാണ്. അപ്പൊ നല്ല ഭംഗിയാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ പറയാവുന്നതാണ്. അപ്പോ തീർച്ചയായിട്ടും ഇതിന്റെ സ്മെല്ലൊക്കെ കേട്ട് കഴിയുമ്പോ നമ്മുടെ ഫാദറും മദറും വന്നിട്ട് പറയാവുന്ന ഒരു ഡയലോഗാണ് സംതിങ് സ്മെൽസ് ഡെലീഷ്യസ് ഇൻ ഹിയർ. ഇവിടെ നല്ലൊരു മണം വരുന്നുണ്ടല്ലോ. കാരണം അവർക്കത് സർപ്രൈസ് ആണ് അല്ലെ. അപ്പൊ ആ സമയത്ത് അവര് തീർച്ചയായിട്ടും ഇങ്ങനെ പറയും ഹൗ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ടല്ലോ, അത് എവിടുന്ന? അടുക്കളയിൽ നിന്നാണല്ലോ, ഇത് എന്ത് പറ്റി ഇന്ന് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് തീർച്ചയായിട്ടും വരിക. വാട്ട് എ പ്ലെസന്റ് സർപ്രൈസ്. തീർച്ചയായിട്ടും അതൊരു സർപ്രൈസ് തന്നെയാണ്. കാരണം സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ വാട്ട് എ പ്ലെസന്റ് സർപ്രൈസ്, ഐ എം ഇംപ്രസ്ഡ്. അപ്പൊ നമ്മള് ഒരു ഇത് നന്നായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു, നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ പറയും വാവ് ഇറ്റ്സ് അമേസിങ്, ഇറ്റ്സ് ഗ്രേറ്റ്, റിയലി ഐ ലൈക്ക് ഇറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അതേപോലെ തന്നെ പറയാവുന്ന ഒരു വേർഡാണ് ഇംപ്രസ്ഡ്. ഐ എം ഇംപ്രസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് ഡിയർ കിഡ്സ്. അപ്പൊ അവരോട് തന്നെ നമുക്ക് എന്ത് പറയാം? ഒരു താങ്ക്സ് ഒക്കെ പറയാം. നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ആൾക്കാർ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെയാണ് നമ്മളൊരു താങ്ക്സ് ഒക്കെ പറയും അല്ലെ. താങ്ക്സ് സോ മച്ച്, താങ്ക് യു സോ മച്ച്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോ
രാവിലെ നമുക്ക് നടക്കുന്ന കുറച്ച് സംഭാഷണങ്ങൾ മാത്രമാണ് ഞാനിപ്പോ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്, ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇനിയും നമുക്ക് ഇതേപോലെ തന്നെ പല പല കാര്യങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട്, പല പല കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇനിയുള്ള വീഡിയോസിൽ തീർച്ചയായിട്ടും ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. വേറെ ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരു ഭാഗം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഇടുക. അപ്പൊ അതിനനുസരിച്ച് വീഡിയോസ് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്, അത് തരുന്നതുമായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.